ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹനുമത് ജയന്തി ദിവസം. ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹത്തിനു വേണ്ടിയും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തിനു വേണ്ടിയും നമ്മൾ ചെയ്യേണ്ട ഒരു വഴിപാടിനെ കുറിച്ചും ചൊല്ലേണ്ട ഒരു തിരുനാമത്തെ കുറിച്ചുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. ഏപ്രിൽ 2-ാം തീയതി വ്യാഴാഴ്ച കുബേര ഭഗവാനും ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ്. അതുമാത്രമല്ല നമ്മുടെ മഹാവിഷ്ണു ഭഗവാനും ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ്. ഈ ഒരു ദിവസത്തിലാണ് നമുക്ക് ചൈത്രമാസത്തിലെ പൗർണമി തിഥിയിൽ വരുന്ന ഹനുമത് ജയന്തി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് ചൊല്ലുന്ന ഏതൊരു തിരുനാമങ്ങൾക്കാണെങ്കിലും മന്ത്രജപങ്ങൾക്കാണെങ്കിലും ചെയ്യുന്ന വഴിപാടുകൾക്കാണെങ്കിലും പരിപൂർണമായ അനുഗ്രഹം നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ സാധിക്കുന്നതാണ്. ഇന്ന് മുഴുവനായും സമയമുണ്ട്. രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഏതൊരു സമയത്തു വേണമെങ്കിലും മനസ്സ് ശുദ്ധമാക്കിക്കൊണ്ട് ശരീരശുദ്ധിയോടുകൂടി നമ്മൾ പൂജാമുറിയിൽ കയറിക്കൊണ്ടോ ഇനി അഥവാ ക്ഷേത്രത്തിൽ ചെന്നിരുന്നു കൊണ്ടാണ് നമുക്ക് ഈ തിരുനാമം ചൊല്ലുവാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും നമുക്ക് 21 അല്ലെങ്കിൽ 51 പ്രാവശ്യം ഹനുമാൻ സ്വാമിയുടെ ഈ തിരുനാമം ജപിക്കാവുന്നതാണ്. അതിനു മുന്നേ ഒരു കാര്യം പറയാം. നമ്മുടെ ശ്രീരാമനവമി ദിവസത്തിൽ ശ്രീരാമനാമം എഴുതുവാനായിട്ട് പറഞ്ഞിരുന്നു. അന്ന് മുതൽക്ക് തുടർച്ചയായിട്ട് ശ്രീരാമനാമം എഴുതി വരുന്നവരാണെങ്കിൽ ഇന്ന് മറക്കാതെ എഴുതുക. കാരണം ചിലരെങ്കിലും അത് വിട്ടുപോയിട്ടുണ്ട്, ഞങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം വിട്ടുപോയി എന്ന് പറയുന്നവരാണെങ്കിൽ ഇന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അത് മറക്കാതെ എഴുതുകയും അത് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട്, അതായത് പേപ്പറിലാണ് എഴുതിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ മടക്കി ഭഗവാന്റെ തിരുപാദത്തിൽ കൊണ്ടുവയ്ക്കുകയോ ഇനി അഥവാ അത് മാല കെട്ടി സമർപ്പിക്കുവാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ മാലയായിട്ട് നമുക്കതിനെ ഭഗവാന് ചാർത്തി പ്രാർത്ഥിക്കുകയോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെയും ശ്രീരാമജയം എഴുതാത്തവർ ഉണ്ടെങ്കിൽ ഇന്ന് മറക്കാതെ നിങ്ങൾ ഒരു വെളുത്ത നിറത്തിലുള്ള വരയിടാത്ത പേപ്പർ എടുത്ത് അതിൽ നമ്മൾ വിശ്വാസത്തോടു കൂടി ഏതൊരു ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ടാണെങ്കിലും ശ്രീരാമജയം 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 എന്ന് എഴുതാവുന്നതാണ്. അതുമാത്രമല്ല, നമ്മൾ ഇന്ന് ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ, അതായത് സാധിക്കുന്നവരെല്ലാവരും ഇന്ന് ക്ഷേത്രത്തിൽ പോകും. വീടിന് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ, അതും ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമാണെങ്കിൽ അല്ലെങ്കിൽ ശ്രീരാമ ഭഗവാന്റെ ക്ഷേത്രമാണെങ്കിൽ അവിടെ ചെന്നുകൊണ്ട് വടമാല നമുക്ക് പറ്റുമെങ്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ വെറ്റിലമാല നമ്മൾ വീട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ടു പോയി അത് വാങ്ങി അവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ, അതായത് ചില ക്ഷേത്രങ്ങളിൽ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് വാങ്ങിക്കില്ല, ഇനി മറ്റു ചില ക്ഷേത്രങ്ങളിലാണെങ്കിൽ അത് വാങ്ങിക്കും. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുവാൻ സാധിക്കും എന്നുണ്ടെങ്കിലും, ഇനി അഥവാ അവിടെ നിന്ന് മാത്രമേ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിലും അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് സിന്ദൂരം നമ്മൾ ഭഗവാന് വാങ്ങിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു വരാവുന്നതാണ്. ഇതിൽ ഏതൊരു വഴിപാട് വേണമെങ്കിലും നമുക്കിന്ന് ക്ഷേത്രത്തിൽ ചെന്നിരുന്നു കൊണ്ട് ചെയ്യാം. ഇനി നമുക്ക് ക്ഷേത്രത്തിലൊന്നും പോകാൻ സാധിക്കാത്തവരാണെങ്കിലും അഥവാ ക്ഷേത്ര ദർശനം നടത്തുന്നവരാണെങ്കിലും നിങ്ങൾ ഇന്ന് മുഴുവനായിട്ടുമുള്ള ഏതൊരു സമയത്തു വേണമെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു ഒറ്റ വരി തിരുനാമം ജപിക്കാവുന്നതാണ്. അതിനു മുന്നേ ശ്രീരാമജയം 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 എന്ന് 11 പ്രാവശ്യം പറഞ്ഞതിനു ശേഷം മാത്രം ഞാൻ ഇവിടെ പറയുന്ന ഈ തിരുനാമം നിങ്ങൾ 21 പ്രാവശ്യമോ 51 പ്രാവശ്യമോ ചൊല്ലാവുന്നതാണ്. ആ തിരുനാമം എന്ന് പറയുന്നത് ഇതാണ്: ഓം ഹം ഹനുമതേ നമ, ഓം ഹം ഹനുമതേ നമ, ഓം ഹം ഹനുമതേ നമ എന്നുള്ള ഈ തിരുനാമം നമുക്ക് ജപിക്കാം. ഇതിന് സാധാരണ എണ്ണം കണക്കിലെടുക്കേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല. നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ജപിക്കാവുന്നതാണ്. ശുദ്ധമായ മനസ്സോടുകൂടിയും ശുദ്ധമായ ശരീരത്തോടു കൂടിയും നമ്മൾ ഈ മന്ത്രം ഇന്നൊരു ദിവസം എന്നല്ല എല്ലാ ദിവസങ്ങളിലും ജപിക്കുവാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്യുത്തമം എന്ന് തന്നെ പറയാം. നമ്മൾ ഇത് രാവിലെയോ വൈകുന്നേരമോ കുളിച്ച് നമ്മുടെ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് നമുക്കൊരു ദിവസത്തിൽ 108 പ്രാവശ്യം വീതം ജപിക്കുന്നതും വളരെ നല്ലതാണ്. ഇങ്ങനെ നിങ്ങൾ ജപിക്കും തോറും നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സഫലമാകും എന്ന് മാത്രമല്ല, നമുക്ക് ജീവിതത്തിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അതുപോലെ ശത്രുദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. സാമ്പത്തികപരമായ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാകും. തുടങ്ങി അനേകായിരം ഫലങ്ങളാണ് ഈ ഒരൊറ്റ തിരുനാമം നമ്മൾ ചൊല്ലുന്നതിലൂടെ
നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തിരുനാമം ഇന്ന് എത്ര പ്രാവശ്യം വേണമെങ്കിലും സാധാരണ ജപിക്കാവുന്നതാണ്. നമ്മൾ രാവിലെയോ വൈകുന്നേരമോ ദിവസവും കുളി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ മന്ത്രം നമുക്കൊരു 108 പ്രാവശ്യം വീതം നമുക്ക് ജപിക്കാം. ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, മാനസികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, സാമ്പത്തിക തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, ശത്രുദോഷങ്ങൾ കൊണ്ട് വലയുന്നവർ തുടങ്ങി എല്ലാവർക്കും തന്നെ ഈ മന്ത്രം നമ്മൾ ദിവസവും ജപിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ പലർക്കുമുള്ള സംശയങ്ങളിൽ ഒന്നാണ്, ഞങ്ങൾ ഒരുപാട് മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്, അതിനോടൊപ്പം ഈ മന്ത്രം ജപിക്കാമോ എന്നുള്ള കാര്യം. അതായത് നമ്മൾ ഒരുപാട് മന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തിൽ എല്ലാ തിരുനാമങ്ങളും ഒരൊറ്റ ദിവസത്തിൽ ഇരുന്ന ഇരിപ്പിൽ നമ്മൾ ചൊല്ലില്ല. നമ്മൾ സാധാരണ നമ്മുടെ പൂജാമുറിയിൽ പോയി ദീപമെല്ലാം തെളിയിച്ചു കഴിഞ്ഞ് ആദ്യം വിനായക ഭഗവാനെയും നമ്മുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും പ്രാർത്ഥിക്കും. പിന്നീട് നിങ്ങൾക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് വേൽമാറൽ, സ്കന്ദഷഷ്ടി കവചം, അതുപോലെ സ്കന്ദഗുരു കവചം എന്നിവയെല്ലാം പാരായണം ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച ശിവഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കാം. അതുപോലെ തന്നെ നമുക്ക് ബുധനാഴ്ചയാവുന്ന സമയത്ത് മഹാവിഷ്ണുവിന്റെ മന്ത്രങ്ങൾ ജപിക്കാം എന്നെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ ദിവസവും വേൽമാറൽ ചൊല്ലുന്നുണ്ട് അല്ലെങ്കിൽ ദിവസവും സ്കന്ദഷഷ്ടി കവചം ചൊല്ലുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഒറ്റവരി തിരുനാമങ്ങളോ മന്ത്രങ്ങളോ ജപിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും തന്നെയില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നോ രണ്ടോ മന്ത്രങ്ങളെല്ലാം ജപിക്കുന്ന സമയത്ത് ഓം ഹം ഹനുമതേ നമഃ എന്നുള്ള ഈ മന്ത്രവും അതിനോടൊപ്പം മനസ്സുരുകി തന്നെ പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് പെട്ടെന്ന് തന്നെ സഫലമായി കിട്ടുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്, തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് എപ്പോഴും ചൊല്ലാൻ സാധിച്ചില്ല എങ്കിലും കൂടി സാരമില്ല, ഇന്ന് ഒരൊറ്റ ദിവസമെങ്കിലും നിങ്ങൾ ഓം ഹം ഹനുമതേ നമഃ എന്നുള്ള മന്ത്രം ജപിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതിനും എന്നെ കൊണ്ട് സാധിച്ചില്ല, ഞങ്ങൾ നോൺ വെജ് കഴിച്ചു പോയി, പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണ് എന്ന് പറയുന്നവർ ഒന്നും ചെയ്യേണ്ട. ശ്രീരാമജയം എഴുതുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും തന്നെ ഇല്ല. എപ്പോഴും ഞാൻ പറയും, തിരുനാമങ്ങൾ എഴുതുവാനോ ചൊല്ലുവാനോ യാതൊരു വിധത്തിലുള്ള തടസ്സവും ഇല്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങൾക്ക് ശ്രീരാമജയം എന്നുള്ള മന്ത്രം എഴുതാം. ഇന്ന് തൊട്ട് സങ്കല്പം മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ശ്രീരാമജയം എഴുതുകയാണെങ്കിലും നമുക്ക് അത് ചെയ്യാവുന്നതാണ്. ഇനി അഥവാ നമ്മൾ ഓം ശരവണ ഭവ എന്ന് എഴുതുന്നുണ്ട്, ഞങ്ങൾ ഇതും കൂടി എഴുതിക്കോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾക്ക് കോൺസെൻട്രേഷനോട് കൂടി എഴുതുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതും ഇതും എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ ഓം ശരവണ ഭവ രാവിലെ എഴുതുക, ശ്രീരാമജയം വൈകുന്നേരമോ രാത്രിയിലോ എഴുതാം. ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ കയ്യിൽ നമ്മുടെ മനസ്സിൽ എത്രയോ ഓപ്ഷനുകൾ ഉണ്ട്, നമ്മളാണ് അത് തിരഞ്ഞെടുക്കേണ്ടത്. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഒരു കഥ പറയാം. അതായത് ശിവഭഗവാന്റെ ശിവപുരാണം ജപിക്കുമ്പോൾ അതിൽ അക്ഷരത്തെറ്റുകൾ വന്നു എന്ന് പറഞ്ഞ് കൂലിപ്പണിയെടുക്കുന്ന ഒരു സാധാരണ കൃഷിക്കാരൻ, അതായത് വിദ്യാഭ്യാസം ഒന്നുമില്ല, അവർ വളരെയധികം സങ്കടപ്പെട്ടു കൊണ്ടുപോയി അവരുടെ ഗുരുനാഥനോട് ചോദിച്ചപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, കൃഷിപ്പണിയാണെങ്കിലും വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ശിവപുരാണം ചൊല്ലണം എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടല്ലോ, അപ്പോൾ തന്നെ ശിവഭഗവാൻ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും തീർത്തു തന്നു. നിങ്ങൾ ചൊല്ലുന്ന ശിവപുരാണത്തിന്റെ വാക്കുകൾ തെറ്റാണെങ്കിൽ പോലും ഭഗവാൻ അത് കേട്ടിരിക്കുന്നുണ്ട്, സന്തോഷത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി അത് കേട്ടിരിക്കുന്നുണ്ട്. ചൊല്ല മാത്രമേ നമ്മൾ അതിലെ തെറ്റുകളും പിഴവുകളും തിരുത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഇത് ചെയ്താൽ ശരിയാകുമോ, ഇത് എഴുതിയാൽ ശരിയാകുമോ എന്നൊന്നും ചിന്തിക്കേണ്ട. നമ്മുടെ മനസ്സിൽ ഭഗവാനുള്ള സ്ഥാനം വലുതാണ്. ആ ഒരു സ്ഥാനത്തിൽ നമ്മൾ ആ ഒരു ഭഗവാനെ നമ്മുടെ മനസ്സാകുന്ന ക്ഷേത്രത്തിൽ പൂജിച്ചുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള മന്ത്രങ്ങളെല്ലാം ജപിക്കുന്നത്. അതിൽ ഇവിടെ യാതൊരു വിധത്തിലുള്ള തടസ്സമോ തെറ്റുകളോ കാണുന്നില്ല. അതുകൊണ്ട് വേറെ ഏത് മന്ത്രങ്ങൾ ജപിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഇന്നും ഇത് എഴുതുകയും അതുപോലെ തന്നെ ചൊല്ലുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ താന്ത്രികങ്ങൾ, മന്ത്രജപങ്ങൾ, വഴിപാടു രീതികൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആത്മീകം എന്ന നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിട്ടേശായ നമഃ.